നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുവിന്റെ 171 ജന്മദിനം പാലക്കുന്ന് ഭൗതികക്ഷേത്ര വിദ്യാഭ്യാസ സമിതി വിവിധ പരിപാടികളോടെ വിപുലമായി ആഘോഷിച്ചു. സാംസ്കാരിക സമ്മേളനം മണ്ഡലം എം.എൽ.എ. അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanangad, Kozhikode, Koilandi and Kutyadi. രാവിലെ അംബിക ഓഡിറ്റോറിയത്തിൽ ക്ഷേത്രം സ്ഥാനികൻ സുനീഷ് പൂജാരിയും ഭാരവാഹികളും ചേർന്ന് ഭദ്രദീപം തെളിയിച്ചുകൊണ്ടാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത്. ഉച്ചയ്ക്ക് ശേഷം നടന്ന സാംസ്കാരിക സമ്മേളനം അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്തു. നിങ്ങളിങ്ങനെ ജാതിയുടെ പേര് തല്ലരുത്, മതത്തിന്റെ പേര് കലയിക്കരുത്, ദൈവത്തിന്റെ പേര് നിങ്ങളിങ്ങനെ ചെയ്യരുത്. ഇതെല്ലാം മനുഷ്യന് വേണ്ടിയാണ്. അതുകൊണ്ട് മനുഷ്യരെന്ന് പറഞ്ഞാൽ ഒരു ജാതി മതി, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറയുന്നത് മനുഷ്യജാതി, മനുഷ്യന്റെ ദൈവം, മനുഷ്യൻ മതം, ഇത് മതി. നിങ്ങൾ എന്തിനു ഈ ജാതിയുടെ പേരിൽ ഇങ്ങനെ കലയിക്കുന്നു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ. 100 വർഷം മുമ്പ് ഗുരു പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ജാതി ആയോ എന്നൊക്കെ ചോദിക്കാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ വചനമാണ് ജാതി ചിന്തയിൽ നിന്ന് അഥവാ ജാതീയമായ ഒരു ബോധത്തിൽ നിന്ന്, ജാതി ബോധത്തിൽ നിന്ന് നമ്മൾ മാറിയത്. ചടങ്ങിൽ വിദ്യാഭ്യാസ സമിതി പ്രസിഡന്റ് PV രാജേന്ദ്രൻ അധ്യക്ഷനായി. കാസർഗോഡ് MLA NN നെല്ലിക്കുന്ന് മുഖ്യാതിഥിയായി പരിപാടിയിൽ പങ്കെടുത്തു. കോട്ടിക്കുളം നൂറുൽ മദ്രസയുടെ നബിദിന ഘോഷയാത്രയായിരുന്നു അത്. ഞാൻ ഇവിടെ വന്നപ്പോൾ രാജേന്ദ്രൻ അടക്കമുള്ള ഇതിൻ്റെ സംഘാടകർ പറഞ്ഞു, ആ റാലി ഈ വഴി കടന്നു പോയപ്പോൾ, റാലി നമ്മുടെ അമ്പലത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ ആ റാലിയിൽ പങ്കെടുത്ത കുട്ടികൾ അമ്പലത്തിനെ സല്യൂട്ട് ചെയ്യുകയുണ്ടായി എന്ന്. ആ സല്യൂട്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ ലോകത്തിനുള്ള സംഭാവനയാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കവിയും പ്രഭാഷകനുമായ CM വിനയചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ഗുരു ആവർത്തിച്ച് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം മനുഷ്യൻ എന്ന ഒരു വാക്കാണ്. അന്ന് മനുഷ്യൻ എന്ന ഒരാശയം, ഒരു സംജ്ഞ, ഒരു വാക്ക് അത്രത്തോളം ചരിത്രത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു വാക്കായിരുന്നില്ല. മനുഷ്യൻ എന്ന ഈ ഒരു ആശയത്തെ ഇവിടുത്തെ മണ്ണിലും മനസ്സിലും പ്രതിഷ്ഠിക്കാൻ ആവശ്യമായ കർമ്മനിരതമായ പ്രവർത്തനമായിരുന്നു ഗുരു നടത്തിയത്. അതുകൊണ്ടാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. നരനും തമ്മിൽ സാഹോദര്യം ഉദിക്കണം. നരൻ, മനുഷ്യൻ തുടങ്ങിയ വാക്കുകൾ അന്ന് ഏറ്റവും പ്രധാനമാണ് എന്ന് ഗുരു മനസ്സിലാക്കിയിരുന്നു. വിശിഷ്ട സേവനത്തിന് രാഷ്ട്രപതിയുടെ മെഡൽ നേടിയ കണ്ണൂർ കാസർഗോഡ് ക്രൈംബ്രാഞ്ച് SP P ബാലകൃഷ്ണൻ നായരെയും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി കന്നഡ മലയാളം നിഘണ്ടു തയ്യാറാക്കിയ വിദ്യാഭ്യാസ സമിതിയുടെ മുൻ ജനറൽ സെക്രട്ടറി BT ജയറാമിനെയും പരിപാടിയിൽ ആദരിച്ചു. ഇതോടൊപ്പം കോഴിക്കോട് NIT-യിൽ നിന്ന് സ്വർണ്ണ മെഡലോടുകൂടി ബിരുദാനന്തര ബിരുദം നേടിയ KR അനാമിക, നീറ്റ് പരീക്ഷയിൽ MBBS പ്രവേശനം നേടിയ ആദിത്യൻ കൊക്കാൽ, കേരള യൂണിവേഴ്സിറ്റി MSc കമ്പ്യൂട്ടർ സയൻസിൽ 3ാം റാങ്ക് നേടിയ നിതിൻ രാജ് ബാര എന്നിവർക്ക് അനുമോദനം നൽകി. പാലക്കുന്ന് കടകപരിധിയിൽ വരുന്ന വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും കഴിഞ്ഞ അധ്യയന വർഷം +2, SSLC പരീക്ഷകളിലും മറ്റു പരീക്ഷകളിലും വിജയിച്ച 50ഓളം കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡുകളും വിതരണം ചെയ്തു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MK വിജയൻ, ഉദുമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ലക്ഷ്മി, കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗീതാകൃഷ്ണൻ, ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് K ബാലകൃഷ്ണൻ, അംബിക പരിപാലന സമിതി ട്രഷറർ അച്യുതൻ പള്ളം എന്നിവർ സംസാരിച്ചു. വിദ്യാഭ്യാസ സമിതി ജനറൽ സെക്രട്ടറി പള്ളം നാരായണൻ സ്വാഗതവും ട്രഷറർ A ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ആഘോഷത്തോടനുബന്ധിച്ച് ജില്ലാതല ജലച്ഛായ ചിത്രരചനാ മത്സരം, ശ്രീനാരായണ ഗുരു കവിതാലാപന മത്സരം, മലയാള സിനിമാ ഗാനാലാപന മത്സരം, ജില്ലാതല നാടൻപാട്ട് മത്സരം എന്നിവയെല്ലാം നടത്തി. ഒപ്പം വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ഉദുമ.